മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ AKG സെന്ററിന്റെ ഉള്ളറകളിൽ നിന്നും പുറത്തുവരുന്നത് അത്യന്തം നാടകീയമായ വാർത്തകളാണ്. ഇരട്ടച്ചങ്കൻ എന്ന് അനുയായികൾ പാടിപ്പുകഴ്ത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ തട്ടകമായ ധർമ്മടത്ത് നിന്ന് ഇത്തവണ പിൻവാങ്ങുകയാണോ? മൂന്നാം മൂഴത്തിന്റെ പടയൊരുക്കം നടത്തുന്ന കപ്പിത്താൻ സ്വന്തം സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ പുലർത്തുന്ന ഈ നിഗൂഢമായ മൗനത്തിന് പിന്നിലെ ലക്ഷ്യമെന്താണ്? കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഇത്തവണ ബാലറ്റ് പേപ്പറിൽ ഉണ്ടാകില്ല എന്ന അഭ്യൂഹം കേവലം ഒരു രാഷ്ട്രീയ വാർത്തയല്ല, അത് CPM-നുള്ളിലെ ഭയത്തിന്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കാൻ ഭയപ്പെടുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിപ്പോയാൽ നാം എത്തി നിൽക്കുന്നത് കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്ന ഒരു വമ്പൻ യുവതുർക്കി നീക്കത്തിലാണ്. അതെ, ധർമ്മടത്ത് മുഖ്യമന്ത്രിയെ നേരിടാൻ കോൺഗ്രസ് ഇത്തവണ അണിനിരത്തുന്നത് കേരള രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവുകളെ വീഴ്ത്തി ശീലമുള്ള ഷാഫി പറമ്പിലിനെയാണ്. എവിടെ കൊണ്ടിട്ടാലും വിജയം കൊയ്തെടുക്കുന്ന ഷാഫി എന്ന ജൈന്റ് കില്ലർ ധർമ്മടത്തേക്ക് വരുന്നു എന്ന വാർത്ത AKG സെന്ററിനെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചു കളഞ്ഞു. ഓർത്തു നോക്കുക, പാലക്കാട്ടെ BJP കോട്ടയിൽ മെട്രോമാൻ E ശ്രീധരനെ നിലംപരിശാക്കിയ ഷാഫിയെ. അതിലും വലുതായിരുന്നു വടകരയിലെ പോരാട്ടം. ഇടതുകോട്ടയിലെ കരുത്തുറ്റ സ്ത്രീരൂപം KK ശൈലജ ടീച്ചറെ അവരുടെ തട്ടകത്തിൽ പോയി നിഷ്ഭ്രമമാക്കിയ ഷാഫിയുടെ പോരാട്ട വീര്യം നാം കണ്ടതാണ്. ഇതേ ഷാഫി പറമ്പിൽ ധർമ്മടത്ത് ചെങ്കൊടി താഴ്ത്താൻ എത്തുന്നു എന്നറിഞ്ഞതോടെയാണ് മുഖ്യമന്ത്രിയുടെ മത്സരിക്കാനില്ല എന്ന തന്ത്രം രൂപപ്പെട്ടതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നു. പോരാട്ടത്തിൽ നിന്നും ഒളിച്ചോടാൻ ഇരട്ടച്ചങ്കൻ തയ്യാറെടുക്കുന്നത് ഷാഫി എന്ന യുവരക്തത്തെ ഭയന്നാണോ, അതോ പരാജയം മണത്തറിഞ്ഞ മുൻകൂർ ജാമ്യമോ? എന്നാൽ ഈ പിന്മാറ്റത്തിന് പിന്നിൽ മറ്റൊരു വൈകാരിക തലം കൂടിയുണ്ട്. അതാണ് മരുമോൻ ഘടകം. തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി താൻ വളർത്തിയെടുത്ത മരുമകൻ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവി ഇന്ന് വലിയൊരു ചോദ്യചിഹ്നം. ബേപ്പൂരിൽ റിയാസിനെ വീഴ്ത്താൻ കരുനീക്കിയത് മറ്റാരുമല്ല, പിണറായിസത്തിന്റെ അന്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന PV അൻവറാണ്. അൻവറും UDF-ഉം കൈകോർത്തതോടെ ബേപ്പൂരിൽ റിയാസിന്റെ നില പരുങ്ങലിലായി. സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ പോലെയൊരു നേതാവിനെ നേരിടാൻ നിന്നാൽ സംസ്ഥാനത്തുടനീളം ഓടി നടക്കാൻ തനിക്ക് കഴിയില്ലെന്നും അത് മരുമകന്റെ തോൽവിക്ക് കാരണമാകുമെന്നും മുഖ്യമന്ത്രി ഭയപ്പെടുന്നു. മരുമകനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ സ്വന്തം സീറ്റ് ഉപേക്ഷിച്ചും പ്രചാരണത്തിനിറങ്ങാൻ പിണറായി തയ്യാറെടുക്കുമ്പോൾ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബവാഴ്ചയുടെ മറ്റൊരു മുഖമായി മാറുകയാണ്. കോൺഗ്രസിന്റെ നീക്കം ധർമ്മടത്ത് ഷാഫിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. വടക്കൻ കേരളത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ K മുരളീധരൻ എന്ന കരുത്തനെ കോഴിക്കോട് ജില്ലയിൽ കളത്തിലിറക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. 2011 മുതൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ജനപ്രതിനിധി പോലും ഇല്ലാത്ത അവസ്ഥയ്ക്ക് മുരളീധരന്റെ വരവോടെ അന്ത്യമുണ്ടാകുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. ധർമ്മടത്ത് ഷാഫിയും കോഴിക്കോട് മുരളീധരനും. ഈ ഹെവി വെയിറ്റ് നിര മലബാറിലെ ചുവപ്പ് കോട്ടകളുടെ ആണിക്കല്ല് ഇളക്കുമെന്നുറപ്പാണ്. തന്റെ പാർട്ടിയിലെ കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവരെ വഞ്ചകരായി മുദ്രകുത്തി പുറത്താക്കിയ പിണറായി വിജയന് ജനങ്ങൾ നൽകാൻ പോകുന്ന മറുപടിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. പാർട്ടി പ്രവർത്തകരുടെ വീട്ടുപടിക്കൽ പടക്കം പൊട്ടിച്ചാനന്ദിച്ചവർക്ക് സ്വന്തം കോട്ടകൾ തകരുന്നത് കാണേണ്ടി വരുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ വരവ് ധർമ്മടത്തെ ചരിത്രം മാറ്റിക്കുറിക്കുമോ? മരുമകനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പോരാട്ടത്തിൽ നിന്നും പിന്മാറുമോ? അതോ അവസാന നിമിഷം ഇരട്ടച്ചങ്കൻ എന്ന പേര് നിലനിർത്താൻ അദ്ദേഹം ഗോതയിലേക്ക് ഇറങ്ങുമോ? കേരള രാഷ്ട്രീയത്തിന്റെ ഈ വമ്പൻ സസ്പെൻസ് പൊളിയാൻ ഇനിയധികം കാത്തിരിക്കേണ്ടി വരില്ല. അധികാരം നിലനിർത്താൻ പിണറായി പയറ്റുന്ന തന്ത്രങ്ങളും അത് പൊളിക്കാൻ ഷാഫിയും മുരളിയും നടത്തുന്ന പടയൊരുക്കങ്ങളും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.